രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഐറ്റംസൊക്കെ കൊച്ചിന് റെഡിയാക്കുകയാണ്. അപ്പോൾ അച്ചാച്ചൻ ദേ ചായയൊക്കെ ഇടുമായിരുന്നു. ഞാൻ പെട്ടെന്ന് കോവയ്ക്ക മെഴുക്കുവരട്ടി വെച്ചു. അപ്പോഴത്തേക്കും അച്ചാച്ചൻ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിച്ചപ്പോഴാണ് മോൾ എഴുന്നേറ്റ് വരുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു കേട്ടോ. അതിലൊരാൾ അറിയാതെ അതിൽ കൂടെ പാസ് ചെയ്താണ് വീഡിയോ എടുക്കുന്ന അറിയാതെ. പിന്നെ ഞാൻ അതേ മുട്ടയൊക്കെ അവൾക്ക് പൊരിച്ചു. കോവയ്ക്ക മെഴുക്കുവരട്ടിയും മുട്ട പൊരിച്ചതും ചോറുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കങ്ങനെ മുട്ടയിൽ വേറൊന്നും ഇടുന്നൊന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് വെറുതെ മുട്ട പൊരിച്ചതാണ് കേട്ടോ. അല്ലാതെ ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമില്ല. അങ്ങനെ അതെല്ലാം എടുത്ത് വച്ചു. അത് കഴിഞ്ഞ് അവൾക്ക് കഴിക്കാൻ കൊടുത്തു. ബീഫ് ഒലത്തിയതും പിന്നെ ചപ്പാത്തി ആയിരുന്നു കഴിക്കാനുണ്ടായിരുന്നത്. അതൊക്കെ കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞിട്ട് അവൾ തന്നെ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കും കേട്ടോ. എങ്കിലും അച്ചാച്ചൻ എല്ലാം ഒന്നും കൂടെ നോട്ട് ചെയ്യും. അങ്ങനെ പുള്ളിക്കൊരിതുണ്ട്. അങ്ങനെ അതൊക്കെ നോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കൊച്ചു കുഞ്ഞിനെ എടുത്ത് അവിടെ കിടത്തി. രാവിലെയാണ് കുട്ടികൾ വളരുന്നതെന്നല്ലേ പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേ അവളെ കൊണ്ടുവിടാൻ വേണ്ടി ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടുന്ന് വണ്ടി വരുന്നത് കാണാം. അപ്പോൾ താഴോട്ട് ഇറങ്ങി പോത്തേ ഉള്ളൂ. അങ്ങനെ വണ്ടിയൊക്കെ വന്നു. അവൾ ദേ ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോവാണ്. കുഞ്ഞുങ്ങളെ ഇങ്ങനെ വിടുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണല്ലേ. അവർ പോകുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവൾ പോയി. അത്ര